സംസ്ഥാനത്തെ SSLC ഫലപ്രഖ്യാപനം ഇന്ന് 4,27,105 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. ഹയർ സെക്കൻഡറി ഫലങ്ങൾ നാളെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് 3 മണിയോടുകൂടിയാണ് SSLC ഫലപ്രഖ്യാപനം ഉണ്ടാവുക. കുട്ടികളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്തായാലും മന്ത്രി പറയുന്നുണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര 2023-24 വർഷത്തെ SSLC, THSLC, AHSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തുന്നത്. കഴിഞ്ഞ വർഷം മെയ് 19-നായിരുന്നു ഫലപ്രഖ്യാപനം നടത്തിയിരുന്നത്. ഇത്തവണ 11 ദിവസം മുൻപ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുന്നതും ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ പരീക്ഷാ ഫലത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, ആശങ്കയില്ലാത്ത ഒരു ഫലമായിരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കൂടുതൽ ശതമാനം വിജയം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ പേടിയിൽ നിന്നിരുന്ന പല വിദ്യാർത്ഥികൾക്കും അതിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം, ഒരു സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ മാർക്ക് ലഭിച്ചേക്കാവുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ കൂടുതൽ ആശങ്കയുള്ളത്. എത്രത്തോളം അവർക്ക് മാർക്ക് ലഭിക്കുമെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും SSLC ഫലം വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്കകൾക്കെല്ലാം ഒരു മറുപടിയായി തന്നെ ഇന്ന് 3 മണിയോടെ പ്രഖ്യാപിക്കും. പ്രഖ്യാപനം നടന്നാൽ ഉടൻ തന്നെ റിസൾട്ടുകൾ ലഭ്യമാണ്. അത് സാധാരണഗതിയിലുള്ളതുപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് PRD കേരള വെബ്സൈറ്റിലും റിസൾട്ടിനായി പ്രത്യേക വെബ്സൈറ്റുകളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വെബ്സൈറ്റുകളാണ് പരീക്ഷാഭവൻ.കേരള, അങ്ങനെ നിരവധി വെബ്സൈറ്റുകൾ ഇപ്പോൾ റിസൾട്ട് നോക്കാനായി സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് തന്നെ പലർക്കും ഒരേ വെബ്സൈറ്റിൽ നിന്ന് അധികം നേരം കാത്തിരുന്ന് റിസൾട്ട് നോക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. പലയിടത്തും പരീക്ഷാഫലം നോക്കാവുന്നതാണ്. മാത്രമല്ല എളുപ്പത്തിൽ തന്നെ ഈ രജിസ്റ്റർ നമ്പർ അടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫലം നോക്കാനായി സാധിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. PRD ലൈവ് ആപ്പ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ SSLC ഫലം ഇന്ന് വളരെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. മാത്രമല്ല മന്ത്രി പറഞ്ഞതുപോലെ ആശങ്കയില്ലാതെ തന്നെ മാർക്ക് എത്രയാണെന്ന് അറിയാനുള്ള ഒരു ആവേശത്തോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷാ ഫലം പരിശോധിക്കാനായി സാധിക്കും. അത്തരത്തിലുള്ള ഒരു ദിവസം തന്നെയായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ നാളെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങളും പുറത്തുവിടാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. ഏതായാലും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാനായിട്ട് വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ആയിരിക്കും ഇന്നത്തെ ഫലപ്രഖ്യാപനം. അതുകൊണ്ട് ഉച്ചയ്ക്ക് 3 മണി വരെ കാത്തിരുന്നാൽ മതി. ഏതായാലും വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ഒരു ആശങ്ക അധികം വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. ഭദ്ര, മാത്രമല്ല വിഷ്ണു, അദ്ദേഹം പറയുന്നുണ്ട്, മന്ത്രി പറയുന്നുണ്ട്, ഈ 10ാം ക്ലാസ്സിന്റെ ഈ ഒരു ഫലപ്രഖ്യാപനം വന്ന ഉടൻ തന്നെ +1 പ്രവേശനവും വേഗത്തിലാക്കുമെന്നൊരു ആശ്വാസകരമായ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ എന്തായാലും ഒരുക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എല്ലാവർക്കും സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. ഏതായാലും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ +1 പ്രവേശനം ഉണ്ടാവും. ഏതായാലും വിദ്യാർത്ഥികൾക്ക് വളരെ വൈകാതെ തന്നെ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഭദ്ര, ശരി, വിഷ്ണു കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ SSLC ഫലപ്രഖ്യാപനം ഇന്ന് 3 മണിയോടുകൂടി ഉണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിക്കുക. 4 ലക്ഷത്തിലധികം കുട്ടികളാണ് ഫലപ്രഖ്യാപനവും കാത്ത് ഇരിക്കുന്നത്. അതേസമയം നാളെയാണ് +2 ഫലപ്രഖ്യാപനം ഉണ്ടാവുക.